കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തിരിച്ചറിയാം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രഗ്നൻ്റ് ആവാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഒരു ഡോക്ടറെ പോയി സമീപിക്കുമ്പോഴേക്കും അവർ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കാൻ ചെയ്യും, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും എടുക്കും. ഈ സ്കാനിങ്ങിലൂടെ അവർ ചെയ്യുന്നത് നമുക്ക് എത്രത്തോളം എഗ്ഗിൻ്റെ റിസർവ് ഉണ്ട് എന്ന് അറിയുകയാണ്. അതുപോലെ തന്നെ ഈ എഗ്ഗിൻ്റെ റിസർവ് ഉള്ളത് നോക്കിയിട്ട് നമുക്കിപ്പോൾ PCOS ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒന്നാണ് ഹോർമോൺ ബ്ലഡ് ടെസ്റ്റ്. ഈ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ വ്യതിയാനങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് AMH ടെസ്റ്റ്. സാധാരണ നടത്തുന്ന സ്കാനിങ് വഴി ട്രാൻസ്വജൈനൽ സ്കാനോ അല്ലെങ്കിൽ അബ്ഡോമൻ സ്കാനോ, ട്രാൻസ്വജൈനൽ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഈ ട്രാൻസ്വജൈനൽ സ്കാനിങ് വഴി നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഫോളിക്കിൾസ് ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. അതിനേക്കാളും എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിൽ AMH ലെവൽ എത്രത്തോളം ഉണ്ട് എന്നറിയാനും പറ്റും. AMH ലെവൽ, അതായത് ആൻറ്റി മുലേറിയൻ ഹോർമോൺ ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം എഗ്ഗിൻ്റെ റിസർവ് ഉണ്ട് എന്ന് അറിയുന്ന ഒരു ടെസ്റ്റാണ്. നമ്മൾ ഒരു അമ്മയുടെ വയറ്റിൽ ഇരിക്കുന്ന ഒരു സമയത്ത്, ഒരു ഭ്രൂണമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു വയറിൽ കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ സ്ത്രീകളിൽ AMH ഉണ്ടാകും. സ്ത്രീകളുടെ ശരീരത്തിൽ ഇത്രത്തോളം എഗ്സ് ഉണ്ടാകും. ആ എഗ്ഗിൽ നിന്ന് നമ്മൾ മെച്യൂർ ആകുന്നൊരു സമയം, നമുക്ക് പീരിയഡ്സ് ആകുന്നൊരു സമയത്തിൽ ഉണ്ടാകുന്ന എഗ്ഗ് നമ്മുടെ കുറച്ചൊരു കാലം വരെ, നമ്മുടെ പീരിയഡ്സ് നിൽക്കുന്ന ആ ഒരു സമയം വരെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. ഈ എഗ്സിൻ്റെ കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ഡോക്ടേഴ്സ് തിരിച്ചറിയുന്നത്. എപ്പോഴും ഈ ഒരു ഹോർമോൺ ടെസ്റ്റ് നടത്തി കഴിയുമ്പോഴേക്കും AMH ലെവലിൻ്റെ വാല്യൂ ഒരു നോർമൽ റേഞ്ചിൽ തന്നെ വേണം. നമ്മുടെ പ്രായം അനുസരിച്ചിട്ടാണെങ്കിൽ ഒരു 35 വയസ്സിനൊക്കെ താഴെയുള്ള ഒരു സ്ത്രീക്ക് AMHൻ്റെ ലെവൽ എപ്പോഴും അതിൻ്റെ നോർമൽ റേഞ്ചിൽ തന്നെ നിൽക്കണം. ഇനി AMHൻ്റെ ലെവൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ AMH നമ്മളിലുണ്ടല്ലോ, അപ്പോൾ കൂടുതൽ അണ്ടം നമ്മളിലുണ്ടല്ലോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. AMHൻ്റെ ലെവൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും സൂചിപ്പിക്കുന്നത് PCODയാണ്. അതുപോലെ തന്നെ AMHൻ്റെ ലെവൽ തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. നമ്മൾ ഡയറക്റ്റായിട്ട് ചിലവരൊന്നും പ്രഗ്നൻ്റ് ആവുകയില്ല. നമ്മൾ വേറെ IVF പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നടത്തേണ്ടതായിട്ടും വരും. എത്രത്തോളം ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാലും എത്രത്തോളം മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും ലോ AMH ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് അത് ഇമ്പ്രൂവ് ആകാനായിട്ടുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ നമുക്ക് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അത്ര എഗ്ഗ്, നമ്മൾ എത്രത്തോളം അമ്മയുടെ വയറിലായിരുന്ന സമയത്ത് നമുക്ക് എഗ്ഗ് ഉണ്ടായിരുന്നോ, അതല്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് ആയിക്കഴിഞ്ഞ സമയം മുതൽ നമ്മളുടെ എഗ്ഗ് എത്രത്തോളം ഉണ്ടായിരുന്നോ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പിന്നെ എഗ്ഗിന് വളർച്ച ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും എഗ്സ് അങ്ങനെ വളരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല രീതികളിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടാവുന്നതേ ഉള്ളൂ. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അതെങ്ങനെയാണെന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ എഗ്ഗിൻ്റെ റിസർവ് എത്രത്തോളം ഉണ്ട് എന്നറിയാനായിട്ട് സാധിക്കും. എഗ്ഗിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നറിയാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ആ വേണ്ടുന്ന അത്രയും ലെവലിൽ എഗ്ഗ് ഉണ്ടെങ്കിൽ, ആ ഒരു നോർമൽ വാല്യൂവിൽ എഗ്ഗ് ഉണ്ടെങ്കിൽ ആ എഗ്ഗിന് ക്വാളിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ആ നോർമൽ ലെവലിനേക്കാളും കൂടിപ്പോയി കഴിഞ്ഞാൽ എഗ്ഗിന് അത്ര തന്നെ ക്വാളിറ്റി കുറയും. കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പീരിയഡ്സ് ഉണ്ടെങ്കിൽ തന്നെ ഓവുലേഷൻ നടക്കണമെന്നില്ല. ആൻഡ് ഓവുലേറ്ററി സൈക്കിൾ നമുക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ PCOD നമുക്ക് ഉണ്ടാകാം. ഇപ്പോൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഊഹിക്കാൻ നമ്മുടെ ശരീരത്തിലുള്ള എഗ്ഗിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ആ വരുന്ന എഗ്ഗിനും ക്വാളിറ്റി കുറയാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ AMH ലെവൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളമാണ് എഗ്ഗ് ഉള്ളത്, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ഏകദേശം ഒരു പരിധി വരെയും അതുപോലെ ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് മുഴുവനായിട്ട് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി AMHൻ്റെ നോർമൽ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 1.5 മുതൽ ഒരു 4.0 യൂണിറ്റിനകത്താണ്, ml-നകത്താണ് AMHൻ്റെ വാല്യൂ വരുന്നതെങ്കിൽ ആ ഒരു വാല്യൂ നോർമലാണ്. ആ വാല്യൂ ഉള്ള സ്ത്രീകൾ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി 4-നേക്കാളും കൂടുതലായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PCOD ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. എനിക്ക് ഈ റീസെൻ്റായിട്ട് AMH ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഏകദേശം ഒരു എന്താ പറയുക ഒരു 1500 2000 ആയിരിക്കും ഈ ഒരു AMH ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള റേറ്റ് കേട്ടോ. അപ്പോൾ AMH ചെയ്തപ്പോഴേക്കും എനിക്ക് 4 എബോവ് ആയിരുന്നു വാല്യൂ വന്നത്. 4 എബോവ് വാല്യൂ വന്നപ്പോഴേക്കും എനിക്ക് PCOD ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കേട്ടോ. ഇനി നോർമൽ ലെവലിനേക്കാളും കുറച്ച് താഴെ വരുന്ന വാല്യൂ ഒരു 1.0 മുതൽ 1.5 വരെയാണ്. ഈ സ്ത്രീകൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. ഇനി തീരെ ചെറുതെന്ന് പറയുന്നത് 0.5 മുതൽ ഒരു 1.0 വരെയുള്ളതും അതിനേക്കാളും താഴെയുള്ളത് 0.5 താഴെയുള്ളതും ആയിരിക്കും. ഇവരുടെ കേസിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും ഇഞ്ചക്ഷൻ എടുക്കുന്നതും ജസ്റ്റ് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. കിട്ടിയാൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലായിരിക്കും. എന്നാലും ആ ഒരു ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവാനായിട്ടുള്ള സാധ്യത ഇത്തരത്തിലുള്ള AMH വാല്യൂ കുറവുള്ളവരിലും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് AMHൻ്റെ ആ ഒരു നോർമൽ വാല്യൂ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ AMHൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് വഴിയാണ്. നമ്മളൊരു സ്കാൻ ചെയ്യുമ്പോഴേക്കും എത്രത്തോളം ഫോളിക്കിൾസ് അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെങ്കിലും അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട്, നിങ്ങൾ ആ ഒരു നോർമൽ റേഞ്ചിലാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് നിൽക്കുമ്പോൾ ഏത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലോട്ട് നിങ്ങൾ കടക്കണം, സ്ലോവിൽ പോയാൽ മതിയോ, അതായത് ആദ്യം ഓവുലേഷൻ മെഡിസിൻ തന്നിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഇനി HCG ഇഞ്ചക്ഷൻ വെക്കണോ, അതല്ലെങ്കിൽ IVFലോട്ടോ IUAയിലോട്ടോ നിങ്ങൾ പോകണോ, ഇതെല്ലാം ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സ്കാനിങ് ടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ AMH ടെസ്റ്റും ചെയ്യുന്നത് വഴിയായിരിക്കും. ഈ AMH ടെസ്റ്റും അതുപോലെ സ്കാനിങ്ങും ചെയ്യാതെ നമ്മൾ വെറുതെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് യൂസ്ഫുൾ ആവാനായിട്ടുള്ളൂ അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആവാനായിട്ടുമുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. കാരണം എഗ്ഗിൻ്റെ റിസർവ് കുറവുള്ള ഒരു സ്ത്രീക്ക് വെറുതെ നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് നടത്തിയതുകൊണ്ടോ ഇഞ്ചക്ഷൻ ചെയ്തതുകൊണ്ടോ ഒരു തരത്തിലുള്ള ഒരു ഫലവും ലഭിക്കണമെന്ന് സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഈ AMH ടെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ട്രാൻസ്വജൈനലും അതുപോലെ അബ്ഡമൻ സ്കാൻ ചെയ്യുന്നതുമായിരിക്കും ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ AMH ടെസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. AMHൻ്റെ നോർമൽ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16 ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.